ജിപ്മർ പോണ്ടിച്ചേരിയിലെ ബ്രില്യൻസ് 2024 നീറ്റ് എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ആദ്യ റാങ്കുകളിൽ ഇടം നേടിയ വിദ്യാർത്ഥികൾ. കേരള 3ാം സ്ഥാനം കരസ്ഥമാക്കി 10 ലക്ഷം രൂപ സ്കോളർഷിപ്പ് നേടിയ ദേവദർശൻ ആർ നായർ. കേരള 4ാം സ്ഥാനം കരസ്ഥമാക്കി 10 ലക്ഷം രൂപ ബ്രില്യൻറ്റ് സ്കോളർഷിപ്പ് നേടിയ അഭിഷേക് വിജയ്. കേരള 5ാം സ്ഥാനം കരസ്ഥമാക്കി 10 ലക്ഷം രൂപ കരസ്ഥമാക്കിയ അഭിനവ് സുനിൽ പ്രസാദ്. കേരള 8ാം സ്ഥാനം കരസ്ഥമാക്കിയ ജലീഷ ബപ്നു. കേരള 11ാം സ്ഥാനം കരസ്ഥമാക്കി ജിപ്മർ പോണ്ടിച്ചേരിയിൽ അഡ്മിഷൻ നേടിയെടുത്ത റണ ഫാത്തിമ. അവരുടെ ജിപ്മർ ജീവിതം നീറ്റ് 2024 വിജയിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഓരോ ദിവസവും ചെയ്തതെന്നും വളരെ വ്യക്തമായി പറഞ്ഞു തരികയാണ് 2025 നീറ്റ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കായി. 2024 നീറ്റ് എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് വരുന്നത് ജൂൺ 4-ാം തീയതിയാണ്. ജൂൺ 4-ാം തീയതിയിലെ പത്രത്തിൽ ഏറ്റവും മുൻ പേജിൽ തന്നെ നിരന്നു നിന്ന വിദ്യാർത്ഥികളെയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ കാണുന്നത്. നിങ്ങൾ ഇപ്പോൾ നല്ല ആത്മാർത്ഥമായിട്ട് പഠിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മിസ്സേ, ഒരുപാട് വിദ്യാർത്ഥികൾ മിസ്സിന്റെ അടുത്തേക്ക് വരാറുണ്ട് പെർലിറ്റിലെ, അല്ലെ? അപ്പൊ അവരൊക്കെ പറയുന്ന ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഇതേ സ്ട്രെസ്സിലൂടെ തന്നെ കടന്നു പോയവരാണ്. കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്ക് കൃത്യം സൊല്യൂഷൻസ് പറഞ്ഞ് നമ്മുടെ ടോപ്പേഴ്സിന്റെ അടുത്ത് തന്നെ കൃത്യം സൊല്യൂഷൻസ് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അതെ, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ കേരളത്തിന് അഭിമാനമായിട്ട് ഇന്ത്യയിലെ ടോപ്പ് റാങ്കിൽ വന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് എന്താ, അവർ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ പഠിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഭയങ്കര ടെൻഷനായിട്ട് സ്ട്രെസ്സായിട്ട് ഇപ്പോൾ നമുക്ക് അവിടെ തകൃതിയായിട്ട് മോഡൽ എക്സാം നടക്കുകയാണ്. ഈ സമയത്ത് അവരവിടെ അതുപോലെ എഴുതി ഭയങ്കര ടെൻഷനായിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ അവരുടെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര അഭിമാനത്തോട്, കാരണം വൈറ്റ് കോട്ട് ഒക്കെ ഇട്ട് നിൽക്കുന്ന അവരെ കാണാന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ്. അത് നമുക്ക് ഫസ്റ്റ് ആദ്യം ഇവരുടെ സ്കോർ എത്രയായിരുന്നു എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കണം. ഇവരാരൊക്കെയാണെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പങ്കുവയ്ക്കണം. അപ്പോൾ നമുക്ക് അവരിൽ നിന്ന് തന്നെ പറഞ്ഞു കൊടുക്കാം. എൻ്റെ പേര് ദേവദർശൻ. എൻ്റെ നീറ്റിന് സ്കോർ 715 ആയിരുന്നു. ഓൾ ഇന്ത്യ റാങ്ക് 49. എൻ്റെ പേര് അഭിഷേക് വിജയ്. നീറ്റിൻ്റെ സ്കോർ 715 ആയിരുന്നു. ഓൾ ഇന്ത്യ റാങ്ക് 73. എൻ്റെ പേര് അഭിനവ് സുനിൽ പ്രസാദ്. എൻ്റെ നീറ്റിൻ്റെ സ്കോർ 715 ആയിരുന്നു. എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 82 ആയിരുന്നു. എൻ്റെ പേര് റണ ഫാത്തിമ. എൻ്റെ നീറ്റ് സ്കോർ 710 ആയിരുന്നു. ഓൾ ഇന്ത്യ റാങ്ക് 199. എൻ്റെ പേര് ജലീഷ ബബനു. നീറ്റിൻ്റെ സ്കോർ 711 ആയിരുന്നു. ഓൾ ഇന്ത്യ റാങ്ക് 140. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് നോച്ച് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കോമ്പറ്റന്റ് ആയിട്ട് മുൻപിൽ നിന്ന വിദ്യാർത്ഥികൾ, കേരളത്തിനെ പ്രതിനിധീകരിച്ച് ഏറ്റവും മുൻപിൽ നിന്ന വിദ്യാർത്ഥികളെയാണ് നിങ്ങൾ ഈ കണ്ടത്. 3 715-ഉം ഒരു 710-ഉം ഒരു 711-ഉം സ്കോർ നേടിയ ബ്രില്യന്റിലെ വിദ്യാർത്ഥികളെയാണ് നിങ്ങൾ പരിചയപ്പെട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഇവർ പഠിച്ചിരുന്ന രീതി എങ്ങനെയാണെന്നല്ലേ. എസ്പെഷ്യലി ലാസ്റ്റ് ഇപ്പോൾ നമ്മളെ മോഡൽ എക്സാമുകളുടെ കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്കോറിന്റെ വേരിയേഷൻസ് ആണ്. ഇതൊക്കെ ഇവരും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അതനുസരിച്ച് ഇവരുടെ പഠനത്തെ ക്രമീകരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഓരോ കാര്യങ്ങളും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരാൻ കേരളത്തിലെ തന്നെ ടോപ്പേഴ്സിനെയാണ് നിങ്ങളുടെ മുമ്പിൽ ബ്രില്യന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ മോഡൽ എക്സാമിൻ്റെ ഒക്കെ സമയമാകുമ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടാവും. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അത് ഒരു നോർമലൊരു കാര്യം തന്നെയാണ്. ആൻഡ് ഈ മോഡൽ എക്സാമിൻ്റെ സമയമാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഭാഗം. ശരിക്കും നമ്മുടെ നീറ്റ് പ്രിപ്പറേഷന് മുമ്പുള്ള ഈ 2-3 മാസത്തെ ഈ മോഡൽ എക്സാംസ് എനിക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ആ മോഡലിലുള്ള ക്വസ്റ്റ്യൻസും അപ്പം ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അത് പോയിട്ട് വീണ്ടും എടുത്ത് വായിക്കും. അങ്ങനെ ആ കോൺസെപ്റ്റ്സ് എല്ലാം സോളിഡിഫൈ ചെയ്യാനുള്ളൊരു സമയമാണത്. അപ്പോൾ അതിലെ മാർക്കും അതിലെ വേരിയേഷൻസും നമ്മളങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഒരു ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് അങ്ങ് എടുക്കുക. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ നമ്മൾ പിന്നെ അത് തെറ്റിക്കത്തില്ല. അങ്ങനെ എഴുതാം. എത്ര എക്സാം എഴുതുന്നോ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യും, അത്രയും തെറ്റിക്കാത്ത ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. മോഡൽ എക്സാമിന്റെ സമയത്ത് വേരിയേഷൻസ് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് ദേവദർശന് കിട്ടിയിരുന്ന സ്കോർ എത്രയായിരുന്നു? ഏറ്റവും കുറഞ്ഞിരുന്ന സ്കോർ? ഏറ്റവും കുറഞ്ഞ 600-ഉം 590 ആ ഒരു റേഞ്ചിലോട്ടൊക്കെ. 590 ഒക്കെ റേഞ്ചിൽ നിൽക്കുന്ന കുട്ടികൾ കേട്ടോ. ആൻഡ് ഫൈനലി മോഡൽ എക്സാമിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വന്ന സ്കോർ എത്രയാണ്? എക്സാമിന് ഒരു പ്രാവശ്യം ഫുൾ കിട്ടിയിട്ടുണ്ട്. 720 കിട്ടിയിട്ടുണ്ട്. യെസ്, നമ്മുടെ റിസൾട്ട് വന്ന സമയത്തും ആ ഒരു ചോദ്യത്തിന്റെ ഒരു ഇതിൽ കൺഫ്യൂഷൻ നിന്ന സമയത്ത് 720 തന്നെ വാങ്ങിയ 3 മിടുക്കരായ വിദ്യാർത്ഥികളെയാണ് നമ്മൾ ഈ കാണുന്നത്. യെസ്, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ 720 മേടിച്ച വിദ്യാർത്ഥികൾ തന്നെയാണ് അന്നും ഇന്നും, അല്ലേ സാർ? നമുക്ക് ആ കാര്യത്തിൽ ഒരിക്കലും ഉപേക്ഷ പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇവരെല്ലാവരും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. അപ്പോൾ ഇപ്പം നമുക്ക് എല്ലാ കുട്ടികൾക്കും ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റ്, ഓരോരുത്തർക്ക് ഓരോ സബ്ജക്റ്റ് ആയിരിക്കും സ്ട്രോങ് ആയിട്ടുള്ളത്, ചിലർക്ക് ചില സബ്ജക്റ്റ് ആയിരിക്കും വീക്ക് ആയിട്ടുള്ളത്. ഇപ്പോൾ ഫിസിക്സ് എങ്ങനെ പഠിക്കണം, കെമിസ്ട്രി എങ്ങനെ പഠിക്കണം, സുവോളജി എങ്ങനെ, ബോട്ടണി എങ്ങനെ, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന സമയമാണ് പിള്ളേർക്ക് ഇപ്പോൾ മോഡൽ എക്സാം നടക്കുന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ടോപ്പേഴ്സിനോട് ഓരോ സബ്ജക്റ്റിൽ ഈ ക്രൂഷ്യൽ പീരീഡിൽ എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ
ഓരോ സബ്ജക്റ്റ് ഓരോ രീതിയിലായിരിക്കും, ഓരോ സ്ട്രാറ്റജിയിലായിരിക്കും പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഫിസിക്സിനൊക്കെ ഇപ്പം ഓരോരുത്തർക്ക് ഫിസിക്സ് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ കുറേ ടഫാണ്, ഡിഫിക്കൽട്ടാണ്, അത്ര പ്രോബ്ലംസ് അത്ര കുറഞ്ഞ സമയത്ത് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് ഈ ഒരു സമയത്ത് എന്തൊക്കെ സ്ട്രാറ്റജീസാണ് യൂസ് ചെയ്തത്? എനിക്കും ഫിസിക്സ് തന്നെയായിരുന്നു ടഫ്. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ നമ്മൾ ആദ്യ ചാപ്റ്റേഴ്സ് ഓരോന്ന് പഠിക്കുമ്പോഴേ ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഈ ലാസ്റ്റ് സമയത്ത് ഇത് നോക്കാനേ സമയം ഉണ്ടാവുള്ളൂ. നമ്മൾ വിചാരിക്കും ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും മറിച്ച് വെക്കാം, അത് നടക്കില്ല. ലാസ്റ്റ് ഇക്വേഷൻ ബുക്ക് നോക്കാം, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ മറിച്ച് വെക്കാൻ നല്ലതാണ്, കാരണം അപ്പടി അതേപോലെ ക്വസ്റ്റ്യൻസ് പലതിലും വന്നായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ കെമിസ്ട്രിക്കും ഷോർട്ട് നോട്ട് നല്ലതായിരുന്നു, കാരണം ലാസ്റ്റ് അതൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുക. പിന്നെ ഓർഗാനിക്കൊക്കെ ആ പക്ക ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു ഇത് വെച്ചിട്ട് ചെയ്യുക. ഇനോർഗാനിക് ടെക്സ്റ്റ് വായിക്കണം, ബോട്ടണിയും സുവോളജിയും പക്ക ടെക്സ്റ്റ്, വേറെ ഒന്നും വേണ്ട, ഷോർട്ട് നോട്ട് നോക്കിയേ വേണ്ട, ടെക്സ്റ്റ് തന്നെ. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഫിസിക്സ് എങ്ങനെ പഠിക്കണം, കെമിസ്ട്രി എങ്ങനെ പഠിക്കണം, സുവോളജി, ബോട്ടണി, ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് എന്താണ് എന്നുള്ളത് ടോപ്പേഴ്സിൻ്റെ വായിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഇനി ഞങ്ങളിപ്പോൾ 350 ആണെങ്കിലും 450 ആണെങ്കിലും സ്കോർ ഇനി വെച്ചടി കയറ്റാനായിട്ടുള്ള ഇനി വാലിഡ് ആയിട്ടുള്ള പല പോയിന്റ്സും നമ്മുടെ ടോപ്പേഴ്സിൽ നിന്ന് നമുക്ക് ചോദിക്കാം. കേരള മെഡിക്കലിന്റെ റിസൾട്ട് വന്നപ്പോൾ ആദ്യ 9 റാങ്കുകളിലും ഇടം പിടിച്ചവരിൽ നമ്മുടെ ശ്രീനന്ദ് എയിംസ് ഡൽഹിയിലാണ്, ബാക്കിയുള്ളവർ ഓരോരോ എയിംസിലായിട്ട് എത്തി നിൽക്കുന്നു. ആൻഡ് ബാക്കിയുള്ള ആ 5 പേർ ദാ ഇവിടെ നെഞ്ചും വിരിച്ച് നിൽപ്പുണ്ട് വൈറ്റ് കോട്ടൊക്കെ ഇട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഓരോരുത്തരുടെയും ഒരു പഠന രീതി, അവരുടെ സ്ട്രാറ്റജി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാം. പറഞ്ഞോ അഭിഷേക്. മോഡൽ എക്സാം ഇപ്പോൾ തുടങ്ങിയ സമയമാണല്ലോ. മിക്കവർക്കും മോഡൽ എക്സാം തുടങ്ങുന്ന സമയത്ത് പോർഷൻസ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കാൻ പറ്റിയെന്ന് വരില്ല. അത് കുറേ പെൻഡിങ് ആണ്. ആ സമയത്ത് എന്തെങ്കിലും വീട്ടിൽ പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയോ എന്തെങ്കിലും വെച്ച് നമുക്ക് പെൻഡിങ് വന്ന് കാണും. അപ്പോൾ ആ പെൻഡിങ് വന്ന ടോപ്പിക്കുകൾ ഈ ഒരു 2-2.5 മാസം കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അത് അങ്ങനെ നമുക്ക് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു 2-2.5 മാസം കൊണ്ട് ആ പെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്ക് ഫിനിഷ് ചെയ്യുമ്പം തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ഒരു മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 2 റൗണ്ട് ഫുള്ള് യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ടെസ്റ്റ് മോഡൽ എക്സാം കഴിഞ്ഞിരിക്കും ബുദ്ധിമുട്ട്. അപ്പോൾ ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് തിയറി വൈസ് നമ്മൾ ഒരുവിധം ഓക്കെ ആയിരിക്കും. പിന്നെ വരുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ അറിയാതെ പറ്റുന്ന തെറ്റുകൾ. പിന്നെ രണ്ടാമത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇത് ഏത് സ്ഥലത്തുനിന്ന് വന്ന ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ വരും, അങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ. പിന്നെ ഒരു 4-5 കോൺസെപ്റ്റ് ഒരുമിച്ച് കൂടി വരുന്ന ക്വസ്റ്റ്യനുകൾ. അങ്ങനത്തെ ക്വസ്റ്റ്യനുകളൊക്കെ ഒരുമിച്ച് വരുന്ന ക്വസ്റ്റ്യനുകൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് വരത്തുള്ളൂ. ബാക്കി കാരണം നമ്മുടെ തിയറി ഓക്കെ ആയി, കഴിഞ്ഞ ഒരു 2-2.5 മാസം കൊണ്ട് ഫുള്ള് റിവൈസ് ചെയ്തുകൊണ്ട് തിയറി ഓക്കെ ആയി. പിന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ കൂടുതൽ വെറൈറ്റി ചെയ്യാന്നുള്ളതാണ്. അപ്പം നീറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നീറ്റിൻ്റെ തന്നെ പ്രീവിയസ് ഇയർ കുറേ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ വാല്യൂ മാറ്റി വന്നിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ മോഡിഫൈ ചെയ്ത് അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെ ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ചിട്ടുണ്ട് നീറ്റിൽ. പിന്നെ ജെഇയുടെ ക്വസ്റ്റ്യന്, അപ്പോൾ ജെഇയുടെ ക്വസ്റ്റ്യൻ നീറ്റിന് വന്നിട്ടുണ്ട്, നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ നീറ്റിന് വന്നിട്ടുണ്ട്. അപ്പം മുമ്പത്തെ ജെഇയുടെ ക്വസ്റ്റ്യനും മുമ്പത്തെ നീറ്റിൻ്റെ ക്വസ്റ്റ്യനും നമ്മൾ അത്യാവശ്യം തറവാണെങ്കിൽ ആ ഒരു പല കോൺസെപ്റ്റ് കടന്നു പോകുന്ന ക്വസ്റ്റ്യനൊക്കെ ഒരുവിധം ചെയ്യാൻ പറ്റുന്നതാകും. പിന്നെ ബ്രില്യൻറ്റിൽ തന്നെ ചില സമയത്ത് സർപ്രൈസ് ആയിട്ട് ഒരു മോഡൽ എക്സാം കാണും. അത് കാണുമ്പോൾ അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. അത് ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് ശരിക്കും നമ്മുടെ നിലവാരം പെട്ടെന്ന് അങ്ങ് ഉയരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മോഡൽ എക്സാം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിലായിരുന്നു. അന്ന് ഫസ്റ്റ് റാങ്ക് 670 മാർക്ക്. എൻ്റെ മാർക്ക് 640 മാർക്ക്. റാങ്ക് എത്ര 150 പോയി. അവിടുന്ന് ഗിവപ്പ് ചെയ്തില്ല, നന്നായിട്ടിരുന്ന് പഠിച്ചു, തെറ്റിയ ഓരോ ചോദ്യങ്ങളും കൃത്യമായി ചെയ്ത് പഠിച്ചു. ഓരോ ദിവസവും ഓരോ മോഡൽ എക്സാമിന് മുൻപിലേക്ക് എത്തുന്ന അഭിഷേകനെയാണ് പിന്നെ അഭിഷേകം കണ്ടത് അല്ലേ? അതെ, അന്ന് തെറ്റിയ ക്വസ്റ്റ്യൻ എല്ലാം ചെയ്തിരുന്നത് ഞാനൊരു മോഡൽ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് അത്രയും തെറ്റിയ ക്വസ്റ്റ്യൻ ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നില്ല. പക്ഷേ മോഡൽ എക്സാം തുടങ്ങിയതിന് ശേഷം തെറ്റിയ ഓരോ ക്വസ്റ്റ്യനും ഒരു പേപ്പറിനകത്ത് ഞാൻ ചുമ്മാ ഒരു തവണ ഇങ്ങനെ എഴുതി വെക്കും. കാരണം പിന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞങ്ങളുടെ സമയത്ത് 8 യൂണിറ്റ് ആയിരുന്നു ഒരു ഇയറിൽ. അപ്പം +1 ഒരു 8 യൂണിറ്റ് കഴിയുമ്പോഴത്തേക്ക് +1 മൊത്തം ആ തെറ്റിയ ക്വസ്റ്റ്യൻ എല്ലാം ഒരു പേപ്പറിൽ കാണും. അപ്പോൾ അത് അടുത്ത റൗണ്ടിൽ പിന്നെയും +1 8 യൂണിറ്റുകൾ എക്സാം ആയിട്ട് വരുന്ന സമയത്ത് ഈ തെറ്റിയ ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്നുകൂടെ നോക്കും. അപ്പം തെറ്റിയതാണല്ലോ അറിയാത്തത്, അപ്പോൾ ആ തെറ്റിയത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി, അതുവഴി നമുക്ക് പെർഫെക്റ്റ് ആവും. അഭിനവ് സുനിൽ പ്രസാദ് അല്ലെ, 715 സ്കോർ നേടിയ അടുത്ത മിടുക്കനായ വിദ്യാർത്ഥി. തീർച്ചയായിട്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ലക്ഷ്യം വെച്ചിരുന്ന ഡ്രീം ക്യാമ്പസിലേക്ക് തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ്, ജിപ്മർ പോണ്ടിച്ചേരിയിലേക്ക്. ഒരുപാട് അഭിമാനമുള്ള നിമിഷമാണ് ഈ വൈക്കോട്ടൊക്കെ നിൽക്കുമ്പോൾ. അപ്പോൾ ജിപ്മർ പോണ്ടിച്ചേരിയെ കുറിച്ച് നമ്മുടെ നെക്സ്റ്റ് ജിപ്മർ പോണ്ടിച്ചേരിയിലേക്ക് വരാനിരിക്കുന്ന വിദ്യാർത്ഥികളോട് എന്താണ് പറയാനുള്ളത്?
ഞാൻ ജിപ്മർ പോണ്ടിച്ചേരി ഭയങ്കര എനിക്ക് ഡ്രീം ഉണ്ടായിരുന്നു ജിപ്മർ പോണ്ടിച്ചേരിയിൽ കയറാൻ. പിന്നെ ഞാൻ കിട്ടി, നല്ല റാങ്ക് കിട്ടി, ഇവിടെ അഡ്മിഷൻ എടുത്ത് ഫസ്റ്റ് ഡേ തന്നെ വന്ന ആ ഗേറ്റ് കണ്ടപ്പോഴേക്കും സത്യം പറഞ്ഞവർ ഇത് ഗൂസ് ബംസ് വന്നു. സത്യം പറയാൻ ഇഷ്ടപ്പെട്ടു. ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരുന്നു. പിന്നെ ഉള്ളിൽ കയറി നല്ല പച്ചപ്പാണ്, ക്യാമ്പസ് മൊത്തം പച്ചപ്പാണ്, വലിയ ക്യാമ്പസാണ്. പിന്നെ ഹോസ്റ്റലും നല്ല ഹോസ്റ്റലാണ്. പിന്നെ കുറേ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് എല്ലാം ചെയ്യാനുണ്ട് ഇവിടെ. പാട്ട്, ഡാൻസ് ആയാലും പിന്നെ സ്പോർട്സ്, ഏത് സ്പോർട്സ് വേണമെങ്കിലും, ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ എല്ലാം ഉണ്ട്. പിന്നെ പഠിക്കുന്ന രീതിയിലാണെങ്കിലും വി ഹാവ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫാക്കൽറ്റി. എല്ലാ സബ്ജക്റ്റിലും അത് നന്നായിട്ട് പഠിപ്പിക്കുകയും ചെയ്യും. സോ ഓവറോൾ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ബെർലിനിൽ നിന്ന് ഡ്രീം ചെയ്ത് നല്ലൊരു സ്കോർ കരസ്ഥമാക്കി ജിപ്മർ പോണ്ടിച്ചേരിയിലേക്ക് എത്തി. ജിപ്മർ പോണ്ടിച്ചേരിയിലേക്ക് ഫസ്റ്റ് ഡേ വന്നപ്പോൾ ഇവിടെ ആരൊക്കെ ഉണ്ട്, എത്രത്തോളം ആളുകളുണ്ട് എന്നുള്ളതൊന്നും അറിയില്ല അല്ലേ. നമ്മുടെ എക്സ്പെക്ടേഷനൊക്കെ വെച്ച് നമുക്ക് എത്ര പേരുണ്ടെന്ന് അറിയില്ല. ഫസ്റ്റ് ദിവസം ക്ലാസ്സിൽ കയറി, സ്വാഭാവികമായിട്ട് ഒരുപാട് കുട്ടികൾ ഇരിപ്പുണ്ട്. അതിൽ ഒരുപാട് മലയാളികളെ കണ്ടു. ഏകദേശം എത്ര കുട്ടികളുണ്ട് ബെർലിനിൽ നിന്നുള്ള ജിപ്മറൈറ്റ്സ്? ഒരു അറൗണ്ട് 30 യെസ്, 30 കുട്ടികളുണ്ട്. 30 വിദ്യാർത്ഥികളാണ് ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിൽ നിന്ന് ഉയർന്ന സ്കോർ കരസ്ഥമാക്കി ജിപ്മർ പോണ്ടിച്ചേരിയിൽ അഡ്മിഷൻ നേടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അത്രയും പേരൊക്കെ ഒരുമിച്ച് കണ്ടപ്പോൾ നിങ്ങൾ ആ ഒരു ബ്രില്യൻ ഫാമിലിയുടെ സന്തോഷം ഉണ്ടായിരിക്കണം. അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ബ്രില്യനിലെ കുട്ടികളെല്ലാം ഒരുമിച്ച് ഇത്രയും രാജ്യത്തെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 100 സീറ്റിൽ 30 സീറ്റിൽ ഇടം പിടിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഞാൻ ഇവിടെ വന്നപ്പോൾ എല്ലാ ആൾക്കാരും ഫെമിലിയർ ഫേസ്, എല്ലാ ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിലോ റിസൾട്ട് അനൗൺസ്മെന്റിലോ പിന്നെ ഇതിലും പേപ്പറിലും എല്ലാവരും കണ്ട ഫേസസ് ആണ്. അപ്പോൾ അത് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. ബ്രില്യൻ്റ് ഫാമിലി ആയതുകൊണ്ട് ഈസി ആയിട്ട് കണക്ട് ചെയ്ത് ഫ്രണ്ട്ഷിപ്പാണ് ഈസി ആയിട്ട്. ഈ ജിപ്മറൈറ്റ്സിനിടയിൽ ഇപ്പോഴും ഒരു ബ്രില്യൻറ്റിയൻസ് ഉണ്ട്, ഓരോ ബ്രില്യൻറ്റിയൻസ് ഉണ്ടല്ലേ? യെസ് യെസ് എക്സാക്ട്ലി. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും ഡ്രീം, നിങ്ങളുടെ ആദ്യത്തെ ഡ്രീം എന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് കോട്ട് അത് അച്ചീവ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ അതിൽ നിൽക്കുകയാണ് അല്ലേ. ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ഇപ്പോൾ കുട്ടി ഡോക്ടേഴ്സ് വലിയ വലിയ ഡോക്ടറായി വരികയാണ്. അപ്പോൾ ആ ഡ്രീം അച്ചീവ് ചെയ്യുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ്, അതിൻ്റെ ത്രില്ല്, അതൊന്ന് ഷെയർ ചെയ്യാമോ? ആദ്യം തന്നെ ഇവിടെ ഫസ്റ്റ് വന്ന സമയത്ത് നമുക്ക് വൈറ്റ് കോട്ട് സെറിമണി ഉണ്ടായിരുന്നു. അപ്പം അന്ന് നമുക്ക് നമ്മുടെ പ്രൊഫസേഴ്സ് ആയിരുന്നു വൈറ്റ് കോട്ട് ഇട്ടിരുന്നത്. അപ്പം അന്ന് ഇട്ടിരുന്ന സമയത്ത് ഇത്രയും ഒരു വർഷം മുഴുവനായിട്ട് കഷ്ടപ്പെട്ട് നമ്മൾ എല്ലാ ടെൻഷനിലൂടെ കടന്നുപോയി. അപ്പം അതന്ന് കിട്ടിയ സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ നമുക്കിപ്പോൾ ഏർലി ക്ലിനിക്കൽ എക്സ്പോഷർ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ക്ലിനിക്കിൽ പോയിട്ട് നമ്മളെ പേഷ്യൻസിനെ കാണുന്നു, അപ്പോൾ ഓരോ കൂടെ നമ്മളിങ്ങനെ സംസാരിക്കുന്നു, പിന്നെ ഓരോ അവസ്ഥകൾ കാണുന്നു. അതെല്ലാം ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. പിന്നെ എല്ലാവർക്കും പറ്റും. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് പഠിക്കുക. എത്ര തെറ്റുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം നമ്മൾ തെറ്റുമ്പോഴാണ് അത് കൂടുതൽ ചെയ്യാനുണ്ടാവുക. തെറ്റ് കുറവാണെങ്കിൽ നമ്മൾ വിചാരിക്കും നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്, അപ്പം ഓവർ കോൺഫിഡൻസ് ആയിപ്പോൾ. അപ്പം തെറ്റി അത് ശരിയാക്കി പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്തായാലും നിങ്ങളെ ഡ്രീം കോളേജിൽ എത്താൻ പറ്റട്ടെ. അപ്പോൾ ഇത് കാണുന്ന എല്ലാ മക്കളും അറിയുക, ഇപ്പോൾ നിങ്ങൾ ആ വരാന്തയിലൂടെ ടെൻഷൻ അടിച്ച് ബുക്കും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസ് ചെയ്ത് അതിൻ്റെ റഷിൽ നടക്കുകയാണ്. ആ ടെൻഷനൊക്കെ വിട്ടോളുക, നല്ല രീതിയിൽ പഠിക്കുക, ഇവർ പറഞ്ഞതുപോലെ ഫോളോ ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുക. നിങ്ങളെയും കാത്ത് ഇതുപോലെ ഓരോ നമ്പർ 1 കോളേജസിലും സീറ്റ് കാത്തിരിപ്പുണ്ട്. അപ്പോൾ ഒരു ടെൻഷൻ ഇല്ലാതെ മക്കൾ കാര്യമായിട്ട് തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇവർ ഓരോരുത്തരും. Brilliant Study Center, India's #1 coaching center for NEET and JEE.